റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് കേട്ടോ. എല്ലാവരും എന്ത് ചെയ്യുക, പ്രസന്റ് ടൈപ്പ് ചെയ്തു. ഇതിന് മുന്നേറ്റവരുകൂടി ഇപ്പൊ എന്ത് ചെയ്യുക, റെക്കോർഡിംഗ് ടൈപ്പ് ചെയ്യണേ. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് പാഠം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ആരെങ്കിലും വായിച്ചോ പാഠം? ഫസ്റ്റ് ലെസൺ വായിച്ചു നോക്കിയവർ എത്ര പേരുണ്ട്? ഓക്കെ, എല്ലാരും വായിച്ചോ? വായിച്ചില്ല ആരും? അപ്പൊ എന്താണ്, ഇടവപ്പാതി എന്ന ഒരു പോയായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലെ? എന്താണ്? മാനത്തു മാരിവിൽ മിന്നിമാഞ്ഞു മാത്രയിൽ മങ്ങിയ പൊൻവെളിച്ചം വാരിത പാളികൾ തിങ്ങിയെങ്ങും വെള്ളിടി വാനിൽ തെളിഞ്ഞു നീളെ കാണാ ചിറകടി ചെത്തിക്കാറ്റും മാമരം മെല്ലെ ഉലച്ചിടുന്നു ചിന്നിച്ചിതറിയ നീർമണികൾ മണ്ണിന്റെ ഗന്ധം പരത്തിടുന്നു വാനിലെ തൂവെള്ള മുത്തുപോലെ ആലിപ്പഴങ്ങൾ പൊങ്ങിടുന്നു തുള്ളിക്കൊരു കുടം പെയ്തുമാരി തുള്ളിത്തുളുമ്പിയ നീർമുത്തുകൾ കൈവെള്ളയിൽ വീണ നീർക്കണങ്ങൾ ദേവിക്കളിച്ചു രസിച്ചിതേറെ കടലാസു വഞ്ചി ഇറക്കി ഞാനാ വഞ്ചിതൻ മുന്നിലായി കുടിയെത്തി ചേമ്പിലത്തണ്ടൊന്നൊടിച്ചെടുത്തു ഉടയൊന്നു ചൂടി ഞാൻ ഉള്ളിലോർത്തു പാടത്തു വെള്ളം നിറഞ്ഞു പൊങ്ങി ഞാറുകൾ മുങ്ങിയ കാഴ്ച കണ്ടു ആകെ നനഞ്ഞൊട്ടി വീട്ടിലെത്തി അമ്മയോ കണ്ണയച്ചും മറത്തു ആകെ കുഴപ്പമായ ആരിതോർത്തു അന്തിയെത്തിയതറിഞ്ഞു അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ കുട്ടികളുടെ കാര്യം. എന്താണ്, വെള്ളത്തിലൊക്കെ മഴ വരുമ്പോ എന്ത് ചെയ്തു? അപ്പോ മഴ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അന്തി എങ്ങെത്തിയത്, അതായത് രാത്രി ആയത് കുട്ടി അറിഞ്ഞതേയില്ല. വെള്ളത്തിലൊക്കെ കളിച്ച് ഇങ്ങനെ മഴവെള്ളത്തിൽ കുളിച്ച് രസിച്ച് നനഞ്ഞ് അല്ലെ നനഞ്ഞൊട്ടി വീട്ടിലെത്തി. അപ്പോഴേക്കോ അമ്മ ഉമ്മറത്ത് തന്നെ കണ്ണയച്ച് കാത്തിരിക്കുന്നുണ്ടായിരുന്നു അല്ലെ? എന്റെ മകളെന്തേ അല്ലെങ്കിൽ മകളെന്തേ വരാത്തേ എന്ന് ഓർത്ത് അവിടെ അമ്മ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അല്ലെ? അപ്പോ കുട്ടി ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, മാനത്തില് എങ്ങനെയൊക്കെയാ മഴ വന്നപ്പോൾ എന്തൊക്കെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞു ആദ്യം തന്നെ അല്ലെ? എന്താണ്, മഴ വന്നപ്പോൾ മാനത്ത് മഴവില്ല് മിന്നി മറിയുകയും മേഘപാളികളൊക്കെ നിറയുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പോ ആ പാഠം ഏകദേശം എല്ലാവർക്കും മനസ്സിലായോ മക്കളെ? ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പൊ അതിന്റെ ആക്ടിവിറ്റിയില് ആദ്യത്തെ എന്താണ്, അർത്ഥം എഴുതാൻ അല്ലെ? പദം പരിചയപ്പെടുക എന്നാണ്. അപ്പൊ അതിന്റെ മീനിങ് എഴുതണം അല്ലെ? പദങ്ങളുടെ അതില് ആദ്യത്തെ എന്താണ് അർത്ഥം? ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തോ. ടെക്സ്റ്റ് ബുക്ക് ഇല്ലല്ലോ കയ്യില്, അതുകൊണ്ട് നോട്ട്ബുക്കിൽ എഴുതോ. അല്ലെങ്കിൽ നമ്മള് ടെക്സ്റ്റ് ബുക്കാണ് കംപ്ലീറ്റ് ചെയ്യാറ് അല്ലെ? അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോ, നോട്ട്ബുക്ക്, നമ്മുടെ മലയാളത്തിന്റെ നോട്ട്ബുക്ക് എടുക്കുക. ഫസ്റ്റ് പാഠത്തിന്റെ പേര് എന്താണ്? ഇടവപ്പാതി. ഇടവപ്പാതി. നമുക്ക് എന്ത് എഴുതുക? അർത്ഥം. അർത്ഥം എഴുതുക. ഇതാൻ അറിയില്ല എല്ലാവർക്കും? അറിയോ? എന്താണ്? ഒരു മിനിറ്റ്, ആരോ കൈപൊക്കിയല്ലോ. ആരാ? അലൻ മാത്യു, പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്ത മോനെ. എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഒന്ന് കാണിച്ചു തന്നെ. എത്ര പേര് എഴുതി നോക്കട്ടെ. മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ നോട്ട്ബുക്കിലേക്ക് അർത്ഥം എഴുതാൻ? ഓക്കെ, വെരി ഗുഡ്. അർത്ഥവും കവിത എഴുതിയായിരുന്നോ? ആ, കവിത എഴുതി വെക്കാൻ പറഞ്ഞു. അതിന് താഴെ അർത്ഥം എഴുതിയോ? യെസ്, വെരി ഗുഡ്. എത്ര പേര് എഴുതി? ഓക്കെ, കുറെ പേര് ഒന്ന് വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് എല്ലാ മക്കളും. എല്ലാരും എഴുതേ. എന്റെ ഒന്ന് മിസ്സിനെ കാണിച്ചേ, നോട്ട്ബുക്ക് കാണിച്ചെന്നേ. ആൻജോ എഴുതിയോ? ആൻജോ നോട്ട്ബുക്കിലേക്ക് എഴുതിയോ മോനെ? അത് ഇവിടെ ആൻജോ പോയോ?
ബെനീറ്റ എഴുതിയോ? ഇല്ല എന്ത് മിസ്സേ, അർത്ഥം ഗ്രൂപ്പിനത് ഇട്ട് തരുമോ? ആ ഇട്ട് തരാം. ഇപ്പൊ എഴുതി തന്നാലോ, പറ്റുമോ? കവിത എഴുതിയിട്ടില്ല. കവിത എഴുതിയിട്ടില്ലേ? ഓക്കെ, നെക്സ്റ്റ് ആരാ? ആസിക്ക് സ്റ്റഫ. എന്താ ആസിക്ക് അത് PDF തുറക്കാൻ പറ്റാത്തെ? അറിയില്ല. അത് ആ ഫോണിലായോണ്ടായിരിക്കും മോളെ. ചില ഫോണില് അത് തുറക്കാൻ പറ്റുമായിരിക്കില്ല. വേറെ ഏതിലേക്ക് ഒന്ന് സെൻഡ് ചെയ്താലോ? വേറെ ഫോൺ ഉണ്ടോ നമുക്ക്? ഓക്കെ, അപ്പൊ PDF ഇല്ലാതെ എന്ത് ചെയ്യുന്ന പിന്നെ എഴുതിയെടുക്കാനും ആവൂല അല്ലെ. ഞാൻ ഈ ഇതിന്റെ ഒരു ഫോട്ടോ ഇട്ടുതരാം കേട്ടോ, ഈ പോയത്തിന്റെ. അപ്പൊ നോട്ട്ബുക്കില് നിങ്ങൾ എഴുതിക്കോ അർത്ഥം, അല്ലെങ്കിൽ നിങ്ങൾ ആരും എഴുതില്ല ഇപ്പൊ. അല്ലെങ്കിൽ അർത്ഥം കൂടി ഞാൻ പിന്നെ ക്വസ്റ്റ്യൻസിന്റെ കൂടെ സെൻഡ് ചെയ്ത് തരാൻ തോന്നുന്നു അല്ലേ? എഴുതുന്ന ഒരുപാട് സമയമാകും അല്ലേ? ഓക്കെ, എന്നാ നിങ്ങൾ ശ്രദ്ധിക്കുക. അർത്ഥം അർത്ഥം എഴുതി വെച്ച് കയ്യിലുള്ളവര് നോക്കിക്കോ കേട്ടോ, ഫ്രണ്ടിൽ വെച്ചോ. അന്തി. അന്തി എന്താണ് അർത്ഥം? രാത്രി. അന്തി എന്താണ് അർത്ഥം മക്കളെ? രാത്രി. നെക്സ്റ്റ് ഉമ്മറം, വീടിന്റെ മുൻഭാഗം അല്ലെ? കണം, തുള്ളി. ഗന്ധം, മണം. ഞാറ്, എന്താണ് ഞാറിന്റെ? നെല്ലിന്റെ തൈ. നീര്, ജലം. പൊഴിയുക, ചൊരിയുക. മങ്ങുക, തെളിച്ചം കുറയുക. മാമരം, വലിയ മരം. മാരി, മഴ. മാരിവില്ല്, എന്താണ് വില്ലു? എഴുതുന്നുണ്ടോ ഇപ്പോ? ഞാനത് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, ഏതായാലും സെൻഡ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പൊ മാമരം, വലിയ മരം. നെക്സ്റ്റ് മാരി, മഴ. മാരിവില്ല്, മഴവില്ല്. വാരിതം, മേഘം. അപ്പൊ ഈ PDF ഇല്ല കുട്ടികൾക്ക് ലാസ്റ്റിൽ നിഘണ്ടു എന്ന് പറഞ്ഞൊരു സ്ഥലത്തുണ്ട് ഇതിന്റെ അർത്ഥം. ഓക്കെ, ടെക്സ്റ്റിൽ പുറകോട്ട് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണും. PDF ഇല്ല കുട്ടികള് അത് നോക്കുക കേട്ടോ. ഞാൻ അതിന്റെ പേജ് നമ്പർ പറഞ്ഞുതരാം. ലാസ്റ്റ് ഉണ്ടാവും പാഠത്തിന്റെ പാഠഭാഗത്തിന്. നമ്മളെ ഫസ്റ്റ് നമ്മൾ 3rd സ്റ്റാൻഡേർഡ് പഠിച്ച സമയത്ത് നമ്മൾ അർത്ഥം അതിന്റെ നിഘണ്ടു കണ്ടിരുന്നില്ലേ? അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിന് ശേഷം എന്താണ് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് അല്ലെ? ക്വസ്റ്റ്യൻ ആൻസറിൽ ഫസ്റ്റ് വൺ എന്താണ്? നിങ്ങൾ ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ക്വസ്റ്റ്യൻ? ഇതാരാണ് ഹസ്നിയോട് എന്തോ പിടിച്ചേറ്റുന്ന? ആരാണ്? ഇവിടുന്ന് കാണുന്നുണ്ട് മിസ് എല്ലാം. ഓക്കെ, അതിന് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടോ മക്കളെ? രണ്ടാമത്തെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ഇപ്പൊ പദപരിചയം ഒന്നാമത്തതാണ് മിസ് പറഞ്ഞത്. മാരിവില്ല്, നീര്, കണം അല്ലെ? അതിന്റെ ഒക്കെ അർത്ഥാണ് ഞാൻ പറഞ്ഞത്. മങ്ങി, ഗന്ധം, വാരിതം. ആദ്യത്തെ അന്തിയാണുള്ളത്. അന്തി എന്താണ്? രാത്രി. ഇവിടെ മാരിവില്ല് എന്നാണ്. മാരിവില്ലിന്റെ അർത്ഥം ഇവിടെ ഉണ്ട്. മഴവില്ല്. നീര്, നീരെന്താണ്? ജലം. കണം, തുള്ളി. അടുത്തതോ? അന്തി, രാത്രി. നെക്സ്റ്റ് മങ്ങി അല്ലെ? മങ്ങുക എന്താ? കുറഞ്ഞു പോവുക അല്ലെ? ഓ, മങ്ങുക, തെളിച്ചം കുറയുക. ഗന്ധം, എന്താ ഗന്ധം? മണം. ഗന്ധം, മണം. മാരി, മാരി, മഴ. നെക്സ്റ്റ് ഞാറ്, നെല്ലിന്റെ തൈ.
അടുത്തത് വാരിതം. വാരിതം മേഘം. വാരിതം മേഘം. അത് കഴിഞ്ഞ് പൊഴിയുക, ചൊരിയുക. ഉമ്മറത്ത് എന്നുള്ളത് അല്ലെ, ഉമ്മറം എഴുതിയാലും മതി നിങ്ങളെ. ഉമ്മറം എന്താണ്? വീടിന്റെ മുൻഭാഗം. അത് കഴിഞ്ഞ് ലാസ്റ്റ് മാമരം. മാമരം മഹാമരം അല്ലെ, വലിയ മരം എന്നാണ് അർത്ഥം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ എന്താണ് ആക്ടിവിറ്റി? ഉത്തരം കണ്ടെത്താം എന്നാണ്. കണ്ടോ നിങ്ങള്? PDF ഉണ്ടോ, ടെക്സ്റ്റ് ഉണ്ടോ, എന്താണ്? ഷഹ്മ വി കാണുന്നുണ്ടോ മോളെ? ഷഹ്മ ഓക്കെ. അപ്പൊ രണ്ടാമത്തത് മഴ വന്നപ്പോൾ മാനത്തുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? എന്തെല്ലാം ഉണ്ടായത്? എന്താ ജൂലിയറ്റ്? മിസ് നോട്ട് എഴുതുമ്പോ പെന്നും കൊണ്ടാണ് എഴുതണ്ടേ? പെന്നും കൊണ്ട് എഴുതിക്കോ. നിങ്ങൾ 4th സ്റ്റാൻഡേർഡിൽ എത്തിയില്ലേ അല്ലെ? തെറ്റാതെ എഴുതാൻ പറ്റുമല്ലോ. പെൻസിൽ എന്തിനാ ഉപയോഗിക്കുന്നത് അറിയോ? തെറ്റ് മായ്ക്കാൻ വേണ്ടിട്ട്. തെറ്റ് വരാതെ എഴുതുന്നവർക്ക് എന്ത് ചെയ്യാ? പേന കൊണ്ട് എഴുതാം അല്ലെ? ശ്രദ്ധിച്ച് എഴുതുന്നവർക്ക് പേന കൊണ്ട് എഴുതാം. അപ്പോ ഉത്തരം കണ്ടെത്താന്നാണ്. അതിൽ ഒന്നാമത്തത് മഴ വന്നപ്പോൾ മാനത്തുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? എന്തൊക്കെയായിരുന്നു ഉണ്ടായത്? ആർക്കറിയാം? ആർക്കും അറിയില്ലേ? ഓക്കെ, ഇവിടെ സന പറയുന്നുണ്ട്. സന സന പറഞ്ഞോ. സന, സനക്ക് എന്തെങ്കിലും ഡൗട്ടാണോ? മിസ്സേ ആ ക്ലാസ് അതെല്ലേ, ഇതുവരെ ക്ലാസ് കിട്ടിയില്ലേ മോൾക്ക്? ഇല്ല. നമ്മളൊരു ഫസ്റ്റ് പാഠം കഴിച്ചു. അതുണ്ടായിരുന്നു തോന്നുന്നു. സനേനെ ഞാൻ കണ്ടുവല്ലോ ഏതോ ഒരു ക്ലാസ്സില്. പകുതി ഉണ്ടായിന്. അതെ അല്ലേ? അപ്പൊ ഇടവപ്പാതി എന്നൊരു പോയം കഴിഞ്ഞു നമ്മുടെ കേട്ടോ. അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ പറയുമ്പോ നമുക്ക് മനസ്സിലാവുക പാഠഭാഗം നല്ല പോലെ കേട്ടോ. ശ്രദ്ധിക്കോട്ടെ. അന്നേരം ക്വസ്റ്റ്യൻ ആൻസർ കണ്ടു നിങ്ങള്? PDF ഉണ്ടോ കയ്യിൽ ആരെങ്കിലും? ടെക്സ്റ്റ് ഇതുവരെ വന്നില്ല മോളെ. ഇതാ മിസ് ഇതിൽ നോക്കിയിട്ടാണ് പറയുന്നത് നിങ്ങളോട് കേട്ടോ. മഴ വന്നപ്പോൾ മാനത്തുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? എന്തെല്ലാം ഉണ്ടായത്? മഴ വന്നപ്പോൾ മാനത്ത് മഴവില്ല് മിന്നിമായുകയും മേഘപാളികൾ നിറയുകയും പിന്നെന്താ ഉണ്ടായത്? ചെയ്തു അല്ലെ? അപ്പൊ മഴ വന്നപ്പോൾ എന്തൊക്കെയുണ്ടായിന്? വാരിത പാളികൾ മിന്നിമാഞ്ഞു. നമ്മൾ പഠിച്ചിട്ടില്ലേ വരികള്? അപ്പൊ മഴ വന്നപ്പോൾ മാനത്ത് മഴവില്ല് മിന്നുമായുകയും പിന്നെയോ മേഘപാളികൾ കൊണ്ട് നിറയും. കാർമേഘങ്ങളൊക്കെ ഉരുണ്ടുകൂടി കാർമേഘങ്ങൾ നിറയുകയാണ് ചെയ്തത് അല്ലെ മഴ വന്നപ്പോൾ? നെക്സ്റ്റ് രണ്ടാമത്തത് എന്താണ്? കാണാച്ചിറകടിച്ചെത്തിയ കാറ്റ് ചെയ്തത് എന്താണ്? എന്താണ് കാണാച്ചിറകടിച്ച എത്തിയ കാറ്റ് ചെയ്തത്? പാഠഭാഗം ശ്രദ്ധിച്ചപ്പോ മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക്? എന്താ റിലൂ ചെയ്തേ? കാണാച്ചിറകടിച്ചെത്തിയ കാറ്റ് എന്തെല്ലാമാണ് ചെയ്തത്? ആർക്കറിയാം അതിന്റെ ആൻസർ? മുഹമ്മദ് ഷാൻ. എന്താ മോനെ? മിസ് PDF ഒന്നിടോ? അന്ന് തന്നെ PDF അത് ഡിലീറ്റ് ആയി. അയ്യോ, അതൊക്കെ സേവ് ചെയ്ത് വെക്കണ്ടേ മക്കളെ? സ്റ്റാറൊക്കെ ചെയ്ത് വെക്കണ്ടേ? മിസ് ഓണാക്കി ഇപ്പൊ ഓഫ് ആക്കുമ്പോൾ വീണ്ടും ഞാൻ ഓണാക്കും. ഓക്കെ, ഞാൻ ഇട്ട് തരാം. ഇപ്പൊ ഇട്ടാലും നിങ്ങൾക്ക് ഡൗൺലോഡ് ആയി വരുമ്പോൾ കുറച്ച് സമയം പിടിക്കും. അതുകൊണ്ട് ഞാൻ ഇട്ട് തരാം. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഇത് ശ്രദ്ധിക്കാൻ, ഇത് ഡൗൺലോഡ് ആവുമ്പോ സമയം പിടിക്കും കേട്ടോ. ഒന്നാമത് മിസ് നെറ്റില്ലാത്ത സ്ഥലത്താണ്. മുഹമ്മദ് ഷാൻ. ഒരു കാര്യം ചെയ്യാം, ക്ലാസ് ഗ്രൂപ്പിലിടാ. 4ാം ക്ലാസ്സിന്റെ. ഓക്കെ, അപ്പൊ 4ാം ക്ലാസ്സിന്റെ ഗ്രൂപ്പിലേക്ക് ഞാൻ ഇപ്പൊ സെൻഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയോ? കാണാച്ചിറകടിച്ചെത്തിയ കാറ്റ് ചെയ്തത് എന്താണ്? മഹാമരങ്ങളൊക്കെ ഉലക്കുകയല്ലേ ചെയ്തതല്ലേ കാറ്റില്? അപ്പൊ മാമരങ്ങൾ ഉലക്കുകയാണ് ഏത്? കാണാച്ചിറകടിച്ചെത്തിയ കാറ്റ് ചെയ്തത്. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാനിലെ തൂവെള്ള മുത്തുപോലെ പൊഴിഞ്ഞത് എന്ത്? എന്താണ്?
എന്താണ് വാനിലെ തൂവെള്ള മുത്തുപോലെ പൊഴിഞ്ഞത്? എന്താണ്? ആലിപ്പഴങ്ങൾ. വാനിലെ തൂവെള്ള മുത്തുപോലെ പൊഴിഞ്ഞത് ആലിപ്പഴങ്ങളാണ് അല്ലെ? നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ എന്താണ്? മഴ തിമിർത്ത് പെയ്തപ്പോൾ കുട്ടി എന്തെല്ലാമാണ് ചെയ്തത്? എന്തെല്ലാണ്? കൈവെള്ളയിൽ വീണ നീർക്കണങ്ങൾ തേവി കളിച്ച് രസിച്ചു. പിന്നെയോ ആ വെള്ളത്തില് കടലാസ് തോണി ഉണ്ടാക്കി കളിച്ചു അല്ലെ? പിന്നെയോ ഈ 2 കാര്യങ്ങളല്ലേ ചെയ്തത് സെൽന? ഓക്കെ, എന്ത് ചെയ്തത്? കൈവെള്ളയിൽ വീണ നീർക്കണങ്ങൾ തേവി കളിച്ച് രസിക്കുകയും വെള്ളത്തിൽ കടലാസ് വഞ്ചി ഇറക്കി കളിക്കുകയും ചെയ്തു. ആ വരികൾ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? എന്താണ് ആ വരികള്? കൈവെള്ളയിൽ വീണ നീർക്കണങ്ങൾ തേവിക്കളിച്ചു രസിച്ചിതേറെ, കടലാസ് വഞ്ചി ഇറക്കി ഞാനാ വഞ്ചിതൻ മുന്നിലായി ഓടിയത്. ആ വരികളിലല്ലേ എന്റെ ആൻസർ ഉള്ളത് അല്ലേ? ഓക്കെ, ആ 2 കാര്യങ്ങളാണ് കുട്ടി ചെയ്തത്. നെക്സ്റ്റ് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കുട്ടി പാടത്ത് കണ്ട കാഴ്ച എന്താണ്? അല്ലേ? എന്താ കണ്ടേ? എന്താ സെൽന? സെൽന പറഞ്ഞു. അൺമ്യൂട്ട് ചെയ്തോ സെൽന. പാടത്ത് വെള്ളം നിറഞ്ഞു പൊങ്ങി ആ ഞാറുകൾ മുങ്ങിയ കാഴ്ച കണ്ടു. ഞാറുകൾ മുങ്ങിയ പാടത്ത് വെള്ളം നിറഞ്ഞു പൊങ്ങിയിട്ട് ഞാറുകൾ മുങ്ങി അതിലല്ലേ? ആ വെള്ളത്തിൽ ആ കാഴ്ചയാണ് കുട്ടി കണ്ടത് അല്ലേ? ഓക്കെ, അപ്പൊ ആ പാട്ട് നല്ലതുപോലെ മിസ് പഠിപ്പിക്കുന്ന സമയത്ത് ആരും ശ്രദ്ധിച്ചില്ല? ടെക്സ്റ്റ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് അത് ക്ലിയർ ആവേണ്ടതാണല്ലോ. നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കുഞ്ഞിനെ കാണാൻ അമ്മ എന്ത് ചെയ്യുകയായിരുന്നു? എന്താ ചെയ്യുകയായിരുന്നു അമ്മ? ആർക്കും അറിയില്ല? പറഞ്ഞോ, ജൂലിയറ്റ് പറഞ്ഞോ. ഉമ്മറത്ത് കാത്തിരിക്കുക. അമ്മ കുട്ടിയെയും കാത്ത് ഉമ്മറത്ത് തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു അല്ലെ? അതാണ് ഉണ്ടായത്. അമ്മ ഉമ്മറത്ത് തന്നെ കുഞ്ഞിനെ നോക്കി നിൽക്കുകയാണ് ചെയ്തത് അല്ലെ? എന്താണ് എന്റെ മകൻ വരാത്തത് എന്ന ഒരു വേവലാതിയോടുകൂടി അമ്മ ഉമ്മറത്ത് തന്നെ നിൽക്കുകയായിരുന്നു ചെയ്തു അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ആകെ കുഴപ്പമായി എന്ന് കുട്ടിക്ക് തോന്നാൻ കാരണമെന്ത്? ആകെ കുഴപ്പമായി എന്ന് കുട്ടിക്ക് തോന്നാൻ കാരണം എന്ത്? എന്തുകൊണ്ടായിരിക്കും? ആർക്കറിയാം ആൻസർ? ആകെ കുഴപ്പമായ അരിതോർത്തു അന്തി ഇങ്ങെത്തിയതാരറിഞ്ഞു. ആ വരികളിലൊക്കെ ഉണ്ട് അതിന്റെ ആൻസർ. സന്ധ്യ എത്തിയത് കുട്ടി അറിഞ്ഞില്ല. അതായത് മഴ വന്നപ്പോൾ എന്ത് ചെയ്തു? ദേഹമാസകലം നനഞ്ഞു ഒട്ടിയാണ് രാത്രി ആയപ്പോഴാണ് കുട്ടി വീട്ടിലെത്തിയത് അല്ലെ? അപ്പോഴേക്കും അമ്മ എന്ത് ചെയ്യുന്നു? ഉമ്മറത്ത് തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അല്ലെ? അപ്പോഴാണ് കുട്ടിക്ക് തോന്നിയത് ആകെ കുഴപ്പമായി എന്ന് കുട്ടിക്ക് തോന്നിയത്. ആകെ കുഴപ്പമായി എന്ന് പറയുന്ന കാരണം അമ്മ ഉമ്മറത്ത് തന്നെ നിൽക്കുന്നതല്ലേ, നനഞ്ഞുട്ടി ഒക്കെയാണ് വരുന്നത്. അപ്പൊ കുട്ടി വിചാരിക്കുകയാണ് എന്ത്? എന്ന് അമ്മയുടെ വക എനക്ക് ചീത്ത കിട്ടുന്നതന്നെ അല്ലെ, വഴക്ക് കിട്ടുന്നതന്നെ എന്ന് ബോധ്യപ്പെട്ടത്. അതാണ് പറഞ്ഞത്. ഇപ്പൊ നനഞ്ഞിട്ടൊക്കെ വരുമ്പോ എന്താവും? അമ്മക്ക് വിഷമാവും അല്ലെ? കുട്ടികൾ നനഞ്ഞ് ജലദോഷമൊക്കെ പിടിക്കുമെന്നുള്ള കാര്യത്തിൽ ചളിയൊക്കെ നനഞ്ഞെന്ന് പറയാ, ചളിയിലൊക്കെ തുള്ളി കളിച്ച് രസിച്ച് വരുമ്പോ അല്ലെ? അതാണ് പറഞ്ഞത് ആകെ കുഴപ്പമായി എന്ന് കുട്ടിക്ക് തോന്നാൻ കാരണമെന്ത്? ഓക്കെ, അപ്പൊ അതാണ് എന്താണ് എഴുതുക നമ്മള് ആൻസർ? ഓക്കെ, അപ്പോ എന്താണ്? ദേഹമാസകലം നനഞ്ഞൊട്ടി രാത്രിയായപ്പോ വെള്ളത്തിലൊക്കെ കളിച്ച് രാത്രിയായപ്പോഴാണ് കുട്ടി വീട്ടിലെത്തുന്നത്. അപ്പോഴേക്കും ഉമ്മർത്ത് തന്നെ അമ്മ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുട്ടിക്ക് തോന്നിയത് ആകെ കുഴപ്പമായി എന്ന് കുട്ടിക്ക് തോന്നിയത് അല്ലെ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് അതിലുള്ളത്. ഇനിയും കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പൊ മിസ്സിന് ഡൗട്ട്. കാരണം ടെക്സ്റ്റ് ഇല്ലാതെ നിങ്ങൾ എവിടെയാണ് ആക്ടിവിറ്റീസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ?
എന്താ ചെയ്യുന്നേ എല്ലാവരും? കുറച്ചുകൂടി ക്ലാസ്സിൽ ഇല്ലെങ്കിലും ഞാൻ ഒന്നത് പറയാം. ഓക്കെ. ഇടവപ്പാതി എന്ന കവിതയാണ് നമ്മൾ പഠിച്ചത്. എന്താണ് ഒന്നുകൂടി ഞാനത് പറയാം. മാനത്തുമാരിവിൽ മിന്നിമാഞ്ഞു. ഞാൻ ഇത് ഓരോ വരികളാ പാടുന്നേ. മാത്രയിൽ മങ്ങിയ പൊൻവെളിച്ചം. എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? മാനത്ത്, മാനം ആകാശം അല്ലെ? ആകാശത്ത് എന്താ ഉണ്ടായത്? മാരിവില്ല്, മഴവില്ല്. മാരിവില്ല് എന്താ? മഴവില്ല്. മിന്നിമാനം. എന്താ ഉണ്ടായത്? മാനത്ത് മഴവില്ലുണ്ടായി. എങ്ങനെ? മാത്രയിൽ മങ്ങിയ പൊന്ന്. ഒരു മാത്ര കൊണ്ടത് അപ്രത്യക്ഷാവും ചെയ്തു, മങ്ങിപ്പോയി അല്ലെ? പിന്നെ എന്താ പറഞ്ഞേ? വാരിത പാളികൾ തിങ്ങിയെങ്ങും വെള്ളിടി വാനിൽ തെളിഞ്ഞു. ഇങ്ങനെ വാരിത പാളികൾ, മേഘപാളികള്. വാരിതം മേഘം, മേഘപാളികള് തിങ്ങി നിറഞ്ഞെങ്ങും. മഴയുടെ ആരംഭം തന്നെയാണ് അല്ലെ? അപ്പോ വെള്ളിടി വാനിൽ തെളിഞ്ഞു. അപ്പൊ മഴ വന്നപ്പോ എന്തൊക്കെ സംഭവിച്ചൂടെ? മാനത്ത് ആകാശത്ത് മാരിവില്ല് മിന്നിമാഞ്ഞു. ആ മാത്രയിൽ തന്നെ ആ പൊൻവെളിച്ചം പോയി കളഞ്ഞു. പിന്നെയോ മേഘപാളികൾ, കാർമേഘങ്ങൾ വീണ്ടുകൂടി വെള്ളിടി വെട്ടം അല്ലെ? അപ്പോ അടുത്ത ലൈൻസ് എന്നാ പറയുന്നത്? കാണാ ചിറകടി ചെത്തികാറ്റും മാമരം മെല്ലെ ഉലച്ചിടുന്നു. ചിന്നിച്ചിതറിയ നീർമണികൾ മണ്ണിന്റെ ഗന്ധം പരത്തിടുന്നു. എന്താ പറഞ്ഞത്? കാണാ ചിറകടിച്ചെത്തിയ കാറ്റ്. കാണാ ചിറകില്ലാല്ലേ കാറ്റിന്? അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ കാണാ ചിറകടിച്ചെത്തിയ കാറ്റ് എന്ത് ചെയ്തു? മാമരം, വലിയ മരം, മഹാമരം മെല്ലെ ഉലച്ചു. കാറ്റിന് എന്ത് ചെയ്യും? മരങ്ങള് ആടും. അതാണ് പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ചിന്നിച്ചിതറിയ നീർമണികള്. ചാറ്റില് മഴ പാറാൻ തുടങ്ങി അല്ലെ? അപ്പൊ ചിന്നി തെറിക്കാൻ തുടങ്ങി. അപ്പൊ മഴ പെയ്യുമ്പോ എന്തുണ്ടാവും? പുതുമഴ, മഴ ഇങ്ങനെ പെയ്യുമ്പോ മണ്ണുണങ്ങിയ മണ്ണ് എന്ത് ചെയ്യും? മണ്ണിന്റെ ഗന്ധം പരന്നു അല്ലെ? മണം, മണ്ണിന്റെ മണം ഇങ്ങനെ പരക്കാൻ തുടങ്ങി. അടുത്ത എന്താ പറഞ്ഞ? അതാണ് 4 ലൈൻസിൽ പറയുന്നത്. കാണാ ചിറകടി ചെത്തി കാറ്റും മാമരം മെല്ലെ ഉലച്ചിടുന്നു. ചിന്നിച്ചിതറിയ നീർമണികൾ മണ്ണിന്റെ ഗന്ധം പരത്തിടുന്നു. അടുത്ത നെക്സ്റ്റ് സെൻസ് എന്താണ്? 4 ലൈൻസിൽ എന്താ പറയുന്നേ? വാനിലെ തൂവെള്ള മുത്തുപോലെ ആലിപ്പഴങ്ങൾ പൊഴിഞ്ഞു. അതാണ് ഞാൻ ചോദിച്ചത്. എന്ത്? വാനിലെ തൂവെള്ള മുത്തുപോലെ എന്താണ് പൊഴിഞ്ഞത്? ആലിപ്പഴങ്ങൾ. അപ്പോ നല്ല ശക്തിയേറിയ മഴ പെയ്യുന്ന സമയത്ത് ആലിപ്പഴങ്ങൾ വീഴും അല്ലെ? മിസ് പറഞ്ഞിട്ടുണ്ട് ഐസ് കട്ട പോലെയാണ്, മധുരമുള്ളത് വേഗം അലിഞ്ഞു പോവും അല്ലെ? ചിലവർ കഴിച്ചിട്ടുണ്ട്. ആരാണ്? നമ്മളെ ആരാണ്? അലൻ. ആരോ ഒരാൾ കഴിച്ചു എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞേ? ജോയൽ. ജോയൽ കഴിച്ചു എന്നൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയില്ല ക്ലാസ്സിൽ? അപ്പൊ എന്താണ്? വാനിലെ തൂവെള്ള മുത്തുപോലെ നല്ല വെള്ള കളറിൽ എന്ത് ചെയ്യും? ആലിപ്പഴങ്ങൾ പൊഴിയും. പൊഴിയുക, വീഴുക, അല്ലെങ്കിൽ ചൊരിയുക. തുള്ളിക്കൊരുകൂടം പെയ്തുമാരി തുള്ളിത്തുളുമ്പിയ നീർമുത്തുകൾ. നീർമുത്തുകൾ, മഴത്തുള്ളികൾ എന്ത് ചെയ്തു? നല്ല പോലെ പെയ്യാൻ തുടങ്ങി അല്ലെ? ആദ്യം എന്ത് ചെയ്തു? കുറച്ച് പെയ്തു, പിന്നെ നല്ല ശക്തിയേറി പെയ്യാൻ. അടുത്ത ലൈൻസിൽ എന്താ പറഞ്ഞത്? കൈവെള്ളയിൽ വീണ നീർക്കണങ്ങൾ തേവിക്കളിച്ചു രസിച്ചിതേറെ. കടലാസു വഞ്ചി ഇറക്കി ഞാനാ വഞ്ചിതൻ മുന്നിലായോടി. എന്താ ഇത്? മഴ നല്ല ശക്തിയായി പെയ്ത് നല്ല പോലെ വെള്ളം വന്നപ്പോ എന്താണ്? കൈവെള്ളയിൽ ഇങ്ങനെ വീണ നീർക്കണങ്ങൾ എന്ത് ചെയ്തു? ഇങ്ങനെ തട്ടി കളിച്ച് രസിച്ചു കൂട്ടി. പിന്നെന്താ ചെയ്തത്? ആ വെള്ളത്തില്, മഴ പെയ്ത വെള്ളത്തില് കടലാസ് തോണി ഉണ്ടാക്കി കളിച്ചു. ചെറിയ കുട്ടികൾ അങ്ങനെയാണല്ലേ? നിങ്ങളൊക്കെ അങ്ങനെയായിരിക്കും. വെള്ളം വീഴുമ്പോ എന്ത് ചെയ്യും? ഇങ്ങനെ വെള്ളം വരുന്ന സമയത്ത് നിങ്ങളെ കൈ ഇട്ടിട്ട് കളിക്കും, എന്നിട്ട് തലയിലേക്കാണ് തെറിപ്പിക്കും അല്ലെ? പിന്നെന്ത് ചെയ്യും? കടലാസ് തോണി ഉണ്ടാക്കും, എന്നിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ഒളിപ്പിച്ച് രസിക്കും അല്ലെ? പിന്നെ അതാണ് പറഞ്ഞത്. പിന്നെ പറയുന്നതാ? ചേമ്പിലെ തണ്ടൊന്നൊടിച്ചെടുത്തു ഉടയൊന്നു ചൂടി ഞാൻ ഉള്ളിലോർത്തു. പാടത്തു വെള്ളം നിറഞ്ഞു പൊങ്ങി ഞാറുകൾ മുങ്ങിയ കാഴ്ച കണ്ടു അല്ലെ? എന്താണ്? പാടത്ത് വെള്ളം നിറഞ്ഞു പൊങ്ങിയ സമയത്ത് എന്തായി? ഞാറുകളൊക്കെ വെള്ളത്തില് മുങ്ങി. അപ്പൊ ഇതിന്റെ എല്ലാം അർത്ഥം എന്താണ്? നല്ല പോലെ മഴ ശക്തിയായി പെയ്തു അല്ലെ? ആകെ നനഞ്ഞൊട്ടി വീട്ടിലെത്തി. അപ്പൊ സ്കൂളിലെത്തി കുട്ടി എന്ത് ചെയ്തു? ഇതൊക്കെ നനഞ്ഞിട്ടാണ് വരുന്നത്. വെള്ളത്തിലൊക്കെ കളിച്ച്, ചളിവെള്ളത്തിലൊക്കെ കളിച്ച്, കൈവെള്ളയിൽ കൂടെ വെള്ളം തെറിപ്പിച്ച്, പിന്നെയോ കടലാസ് തുണിയൊക്കെ ഇറക്കി സ്കൂൾ വിട്ട് പോയി. രാത്രി ആയത് കുട്ടി അറിഞ്ഞില്ല, കളിയിൽ അങ്ങനെ രസിച്ചു അല്ലെ? അങ്ങനെ ആകെ നനഞ്ഞൊട്ടി കുട്ടി വീട്ടിലെത്തി. കുടയൊന്നും എടുത്തിട്ടില്ല, ചേമ്പിലെ തണ്ടാന്ന് എടുത്തിട്ട് കുട ചൂടിഞ്ഞു അല്ലെ?
അമ്മയോ കണ്ണയച്ചുമ്മർത്ത്. അമ്മ അപ്പൊ കുഞ്ഞിങ്ങനെ വലിയ മഴയെല്ലാം പെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്ന അമ്മ കുഞ്ഞിനെ നോക്കി നിൽക്കുക, എന്താ വരാത്തതെന്ന് വിചാരിച്ചു അല്ലെ. അപ്പോഴേ കുഞ്ഞെന്ത് ചെയ്യുന്നേ, വെറുതെ കുറ്റക്കേട് കഴിച്ച് മഴവെള്ളത്തിലൊക്കെ കളിച്ച് ഇങ്ങനെ രസിച്ചിട്ട് വരും അല്ലെ. അപ്പൊ അന്നേരാന്ന് പറഞ്ഞത് ആകെ കുഴപ്പമായി ആരിതോർത്തു. ആരാ ഓർത്തത് ഇത്ര വേഗം സന്ധ്യ രാത്രിയില് ആയത് എന്ന് കുട്ടി അല്ലെ. ഇത്ര വേഗം രാത്രി ആയതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്നുള്ള ഭാവത്തിലാണ് കുട്ടി നിൽക്കുന്നത് അല്ലെ. അപ്പൊ ഇതൊക്കെ കുഴപ്പമായി, ഇപ്പൊ എനിക്ക് അമ്മയുടെ വഴക്ക് ശകാരം കേൾക്കും എന്ന് ബോധ്യപ്പെട്ടു. ഓക്കെ, ഇതാണ് പറഞ്ഞത് അല്ലെ. ഇത്രയേ ഉള്ളൂ ആ വരികളില്. അപ്പൊ അതിന്റെ അർത്ഥം മിസ് എഴുതി സെൻഡ് ചെയ്തുതരാം, അർത്ഥവും കൂടെ, അർത്ഥവും ക്വസ്റ്റ്യൻ ആൻസറും. ഓക്കെ അല്ലേ? ഇപ്പൊ ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി അടുത്ത ക്ലാസ്സിൽ എല്ലാവരും ഈ പദ്യം എഴുതിയെടുക്കണം. എന്നിട്ട് ഞാനത് ഓരോരാളെ കൊണ്ടും വായിപ്പിക്കും. ആരും എഴുതാതെ വരണ്ട. നിങ്ങളുടെ നോട്ട്ബുക്കിൽ, മലയാളം നോട്ട്ബുക്കിലേക്ക് PDF തുറന്നിട്ട്, ഞാൻ ആദ്യത്തെ സബക്ക് അത് തുറക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടുതരാം. അതിന്റെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ തന്നെ ഇടാം. ഓക്കെ, ബൈ. ഓക്കെ. ഓക്കെ ബൈ മക്കളെ, നെക്സ്റ്റ് വീക്കിൽ കാണാം കേട്ടോ.